ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാവ് പ്രേമികൾക്ക് ഉപകാരമായ വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ലോഫ്റ്റിലും നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ ഫാൻറ്റൈലിൻ്റെ ടൈലെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയോടെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ഭയങ്കര മോശമായിട്ട് നമ്മൾ അവിടെയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ ഫാൻറ്റൈലിൻ്റെ ടൈൽ ഉണ്ടാകുക. അപ്പോൾ എങ്ങനെ നമുക്കും അതുപോലെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഫാൻറ്റൈലിൻ്റെ ടൈൽ എന്നും ഇങ്ങനെ മെയിൻറ്റെയിൻ ഇങ്ങനെ നന്നായിട്ട് ഭംഗിയില്ല. ഫാൻറ്റൈൽ എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും ഭംഗി, ഞാൻ അതിൻ്റെ ഫാൻറ്റൈലിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫാൻറ്റൈലിൻ്റെ ഭംഗി തന്നെ ടൈലാണ്. അപ്പോൾ ആ ടൈൽ നന്നായിട്ട് പിടിച്ചു നിന്ന് അതിൽ സൂപ്പറായി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്, അതൊരു കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അതിന് ഫാൻറ്റൈലിൻ്റെ ടൈൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന് നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതിന് പറയുന്നത് ലൈസിങ്, അതുപോലെ തന്നെ ലെയറിങ് എന്നൊക്കെയാണ് അതിന് പറയുക. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയ്ക്ക് അവസാനം ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ലൈസിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഫാൻറ്റൈലിൻ്റെ ടൈലാണ് ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം രണ്ട് ഭാഗമായിട്ട് ആ ടൈൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മളിങ്ങനെ വലത് ഭാഗം ഇടത് ഭാഗം ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ വലത് ഭാഗത്ത് തൂവലെടുത്തിട്ട് ഓരോ തൂവലും എടുത്തിട്ട് ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ തൂവലും എടുത്തിട്ട് നിങ്ങളിങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അവിടെ വല്ല ചുളിവ് എന്തെങ്കിലുമൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊട്ടിയ തൂവൽ എല്ലാന്നുണ്ടെങ്കിൽ കാഷ്ടമൊക്കെ ആയ തൂവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നെക്സ്റ്റ് തൂവൽ വന്നിട്ടുണ്ടാവും. അതായത് ഇതിൻ്റെ സെൻറ്റർ തൂവൽ എന്ന് പറയുന്നത്, അതുപോലെ നമ്മൾ രണ്ട് തൂവലുകൾ കൊഴിഞ്ഞു പോയിട്ട് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിനകത്ത്. ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാ തൂവലും വലത് ഭാഗത്ത് ഏകദേശം കഴിയാറായി. ഇങ്ങനെ ഓരോ തൂവലും എടുക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. ശരിക്കും ഇത് ഞാൻ അതിൻ്റെ മുന്നത്തെ ആഴ്ച ചെയ്തതുകൊണ്ട്, ഇതിന് ലേസിങ് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എല്ലാ തൂവലും അതുപോലെ നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ചുക്കി ചുളുങ്ങിയിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഓരോ തൂവലും എടുത്ത് വേണം ചെയ്യാൻ. പേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ആക്കണം. കാരണം അത് റിമൂവ് ആക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പേന് കളയുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് എടുത്തറിയും. അതുപോലെ തന്നെ ആ ഒരു ടൈലിൻ്റെ ഉള്ളിൽ അത് പേൻ ഇരുന്നൊരു പ്രത്യേകം എടുത്ത് കാണിക്കും. അവിടെ ഒരു ഹോളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെൻറ്ററത്തെ തൂവൽ കൊഴിഞ്ഞു പോയത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ആദ്യം ബേർഡിനെ ലോക്ക് ചെയ്ത് പിടിക്കണം. അത് ഞാൻ പറയാൻ മറന്നു. ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ഇടത് ഭാഗത്തെ കഴിഞ്ഞു. നമ്മളിനിയിപ്പോൾ വലത് ഭാഗത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടത് ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. ഇടത് ഭാഗത്തും ഇതേപോലെ തന്നെ വലിയ മാറ്റമൊന്നും ഇല്ലാതെ കറക്റ്റ് മുകളിലേക്ക് ഓരോ തൂവലും എടുത്ത് സ്ക്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ തൂവലും എടുത്ത് ചുളിവ് എന്തുണ്ടെങ്കിൽ നമ്മളത് ശരിക്കും മുകളിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ചുളിവെല്ലാം നിവർന്ന് കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഒരു കറക്റ്റ് തൂവൽ പോലെ വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അല്ലെങ്കിൽ രണ്ടാഴ്ചയെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി നിലനിർത്താൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിയോണൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇവിയോൺ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഫെദർ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുന്ന ഞാൻ ഇവിയോണിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കാണാം. അതുപോലെ ഞാൻ വീഡിയോയ്ക്ക് അവസാനം അത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിഎം കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനലി എല്ലാം അടിപൊളിയാക്കിയിട്ട് ടൈലെല്ലാം തന്നെ അതിനകത്തുള്ള ചുക്കി ചുളിവൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഡെയിലി ചെയ്യണമെന്ന് പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലേസിങ് ചെയ്യാന്ന് പറയുന്നത്, ലെയറിങ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഫീമെയിൽ ബേർഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് കുഞ്ഞായിട്ട് ഇറങ്ങിയിരിക്കുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിറങ്ങിയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് നല്ല പേടി ഉണ്ടാവും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ പറന്ന് കൂട്ടിക്ക് തന്നെ നോക്കിയിട്ടിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ ഓവറായിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് തൂവൽ അവിടെ പോയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ രണ്ട് തൂവൽ അത് വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ഫിറ്റ് ആകും. അവിടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലേസിങ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ ക്വാളിറ്റിയോട് കൂടി പിടിച്ചു നിൽക്കും. സോ നിങ്ങളെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക.
അങ്ങനെയെല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തുറന്നു വിട്ടിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ജോഡിയാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ടൈലൊക്കെ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈല് കൊഴിഞ്ഞു പോയതിന് ശേഷം വന്നതിൽ ഇങ്ങനെ ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ അതിന് ശേഷം എടുത്ത വീഡിയോ ആണ്, അതായത് ലേസ് ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. പഴയതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട്. പഴയത് നല്ല ബോറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ മെയിലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തത്, അതായത് ചിക്കുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതലായിട്ട് അതിനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിനി അതിൻ്റെ ടൈല് ലേസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ തന്നെ അംഗമാകുക. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരും. ടൈൽ എന്ന് പറയുന്നത് ലേസ് ചെയ്യുക അഥവാ ലെയറിങ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഫാൻ ടൈൽ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയിലെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങളുടെ ഫാൻ ടൈൽ അടിപൊളിയായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടാവും, നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഉപകാരമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാം. അപ്പോൾ വീഡിയോ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എല്ലാം വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നമ്മുടെ അബൌട്ടിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു വീഡിയോ കണ്ട ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലോട് വീണ്ടും കാണാം. അതിന് മുമ്പ് വീഡിയോ ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.